ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീറ്റ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് റെസിപ്പി ആട്ടോ. പഴം വെച്ചിട്ടുണ്ടാക്കിയൊരു പുഡിങ്ങാണ്. നമുക്ക് സാധാ ചെറിയ പഴമല്ലേ, ചെറുപഴം വെച്ചിട്ടോ റോബസ്റ്റ വെച്ചിട്ടോ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇതങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം നമുക്കിത് ചൈന ഗ്രാസ് ഒക്കെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന നല്ല വൈറ്റ് കളറിലുള്ളിൽ മേലെ ഞാൻ നട്ട്സ് ഇട്ട് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5 ഗ്രാം എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഒരു 6 ബിസ്ക്കറ്റ് അങ്ങനത്തെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുത്തത്. അതൊന്ന് എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം. നമുക്ക് താഴത്തെ ലെയർ ബിസ്ക്കറ്റാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ കഷ്ണാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതാ ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ടങ്ങ് കുഴച്ചൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഇത് ഇട്ടൊന്ന് സെറ്റാക്കി ഫസ്റ്റ് വെക്കുക വേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ പഴത്തിൻ്റെ ലെയർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാക്കുന്ന പുഡിങ് റെഡിയാക്കുന്നത് ഈ ഗ്ലാസ് ബൗളിലാണ്. അപ്പോൾ അത് ചെറിയൊരു ബൗളാണിത്. അപ്പോൾ അതിൽ ഞാൻ ബിസ്ക്കറ്റിൻ്റെ ഇത് ലെയർ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എന്നിട്ട് പ്രസ് ചെയ്തൊന്ന് എടുക്കണം കേട്ടോ. നന്നായിട്ട് അമർത്തിയിട്ട് വെക്കണം. എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മളതിൻ്റെ പഴത്തിൻ്റെ മിക്സ് പാലൊക്കെ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യല്ലേ, കൈ കൊണ്ടായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ കേട്ടോ. ഈ ബിസ്ക്കറ്റ് ലെയറോട് വേണം, എന്നാലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ പഴം വെച്ചിട്ടുള്ള പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ റോബസ്റ്റ് പഴം വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. 2 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, തൊലി കളഞ്ഞിട്ടോ. 2 എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ ഉടച്ചെടുക്കുക ചെയ്യുന്നത്. ഫോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇങ്ങനെ അടിച്ചിട്ട് നന്നായിട്ട് അടിഞ്ഞ രീതിയിൽ ആക്കട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒരു കഷ്ണം പോലെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉടച്ചെടുത്തതാട്ടോ. ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ പുഡിങ്ങിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഒരു ടേബിൾ സ്പൂൺ കേട്ടോ, അത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുക, അത് വേണമെന്നില്ല. അപ്പോൾ ഞാൻ തേങ്ങയുടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിതൊന്ന് ഉടച്ചെടുത്തത്. ഇനി നമുക്ക് ചൈന ഗ്രാസ് അടുപ്പത്ത് വെച്ചിരുന്നു മെൽട്ടാക്കാൻ. അതാ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പത്തിന് ഞാൻ പാലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ, കൂടുതൽ എടുത്തിട്ടില്ല. 1.5 കപ്പ് പാലിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4-4.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം കുറച്ച് മുന്നിൽ നിൽക്കണേ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് മെൽട്ടായിട്ട് നമുക്കൊന്നത് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചൈന ഗ്രാസും ഇതും ഒരേ ടൈമിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഒരേ ചൂടിലാണ് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് മെൽറ്റായത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 5 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തത് കേട്ടോ. 1.5 കപ്പ് പാലാണ് എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ല തിളച്ച പാല് ആണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത്. തിളച്ച് വന്നതിന് ശേഷം ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കാവും. എന്നിട്ട് ഫ്ലെയിം തീ കുറച്ച് വെക്കണം. നമ്മളത് ഒഴിച്ചതിന് ശേഷം അങ്ങനെ വലിയ ഫ്ലെയിമിൽ വെക്കരുത്, പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒന്ന് വെച്ചതിന് ശേഷം തീ ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം നമ്മൾ ആ പഴം മിക്സാക്കി വെച്ചിട്ടില്ലേ, ആ പഴം മിക്സാക്കി വെച്ചത് ഈ പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്രീമി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഈ ടൈമിന് നമ്മളിത് അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി ഒന്ന് ചെറിയ ചൂടാറിയതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഒരു കട്ടിയിൽ നല്ലൊരു ടേസ്റ്റുള്ള കിട്ടും. ഞാനതൊന്നും ഒഴിച്ച് കൊടുത്തില്ല, വെറും പാലിലിങ്ങനെ മിക്സാക്കി എടുത്തതാട്ടോ. പാലും ചൈന ഗ്രാസും നമ്മളെ പഴവും. അപ്പോൾ ഞാൻ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കണം. ആദ്യം പഞ്ചസാര കുറച്ച് കാരമലൈസ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട നട്ട്സ് എടുക്കുക. ഞാനിപ്പോൾ ബദാമും കാഷ്യൂവണ്ടിയും എടുത്തത്. അതൊന്നിങ്ങനെ കാരമലൊന്നിങ്ങനെ കോട്ട് ചെയ്ത് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം മിക്സിയിൽ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതാണ് ഞാൻ ആ പുഡിങ്ങിൻ്റെ മുകളിൽ കേട്ടോ. പുഡിങ് സെറ്റായതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുഡിങ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് റെഡിയാവും.
ചൈന ഗ്രാസൊക്കെ ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. 2-1.5 മണിക്കൂറോളം സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ എന്താക്കുന്ന ആ കാഷ്യൂം ബദാം പൊടി നമ്മൾ കാരമലൈസ് ചെയ്തില്ല അതൊന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അടിച്ചുകൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയറും കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതുകൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ സൈഡിൽ കൂടി കൊടുത്ത് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് കേട്ടോ കൊടുത്തത്. നടുവിലാണ് ഞാൻ പിന്നെ നട്ട്സ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോയത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ പ്ലീസ്. നല്ല അടുത്ത റെസിപ്പി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. ബൈ. അസ്സലാമു അലൈക്കും.